ബംഗളൂരുവിൽ നിന്ന് മെട്രോയിലൂടെ ഹൃദയം ആശുപത്രിയിൽ എത്തിച്ചു. യശ്വന്ത്പൂർ സ്പാർഷ് ആശുപത്രിയിൽ നിന്ന് ശേഷാദ്രിപൂർ അപ്പോളോ ആശുപത്രിയിലേക്കാണ് മെട്രോ വഴി ഹൃദയം എത്തിച്ചു കൊടുത്തത്. 21 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം എത്തിച്ചത്. മുഹമ്മദ് റഗീസ് ചേരുന്നു വിവരങ്ങളുമായി. റഗീസ്, ഗുഡ് മോർണിംഗ്, പറയും. മോർണിംഗ് SKN. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് മെട്രോയിലൂടെ ഇത്തരത്തിൽ ഈ ഹൃദയം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും വളരെ വലിയ ഗതാഗത കുരുക്കുള്ള പ്രദേശമൊക്കെയാണ് ഈ ബംഗളൂരു നഗരത്തിലെ പല മേഖലകളിലും. അപ്പോൾ അവിടേക്ക് ഹൃദയം ആംബുലൻസിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ മാസം ആദ്യം ഇതുപോലെ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമതും ഇപ്പോൾ മെട്രോയിലൂടെ ഹൃദയം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് യശ്വന്ത്പൂരിലെ സ്പാർഷ് ആശുപത്രിയിൽ നിന്നും ശേഷാദ്രിപൂരിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്കാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഹൃദയം എത്തിച്ചിരിക്കുന്നത്. അതായത് യശ്വന്ത്പൂർ ഇൻഡസ്ട്രി മെട്രോ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി സാം ബീച്ച് റോഡ് സ്റ്റേഷനിലേക്കാണ് മെട്രോയിലൂടെ ഹൃദയം എത്തിക്കുന്നത്. അതിനുശേഷം ആംബുലൻസ് വഴിയാണ് ഇത് അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഹൃദയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യം തുടങ്ങിയത്. അത് 20 മിനിറ്റ് കൊണ്ട് ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. 11:01 മെട്രോയിൽ കയറുന്നു, 11:21 കൃത്യം സ്ഥലത്തെത്തിക്കുന്നു. ഇത് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു സർവീസ് ആയിരുന്നില്ല, മറിച്ച് സാധാരണഗതിയിലുള്ളൊരു സർവീസിൽ അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടി റിസർവ് ചെയ്ത് കൃത്യമായി മെട്രോയുടെ ഇടപെടലും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 20 മിനിറ്റിനുള്ളിൽ കൃത്യമായി ഇത് എത്തിക്കാൻ കഴിഞ്ഞത്. ഡോക്ടർമാരും ഒപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും മെട്രോ അധികൃതരും ഒക്കെ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഒരു ഗതാഗത സൗകര്യം, ഫാസ്റ്റായി പോകുന്ന ഒരു ഗതാഗത സൗകര്യത്തിൽ ഇത്തരത്തിൽ കൂടിയൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് വളരെ അഭിനന്ദനാർഹമാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന് ബംഗളൂരു മെട്രോ അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.